ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ അല്ലാഹു തആല പറഞ്ഞ ആനക്കലഹത്തെക്കുറിച്ചാണ്. ക്രിസ്തു വർഷം 521 പ്രവാചകന്റെ ജനനത്തിന് 50 ദിവസം മുമ്പ് മക്കയിൽ നടന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് ആനക്കലഹം. ആനാശം എന്നാണ് ഈ വർഷത്തെ ആളുകൾ പറഞ്ഞത്. അത്രയേറെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് ആനക്കലഹം. വിശുദ്ധ ഖുർആനിലെ 105-ാം അധ്യായമായ സൂറത്തുൽ ഫീൽ ഈ സംഭവത്തെ വിവരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. യമൻ ഭരിച്ചിരുന്നത് അബ്രഹത്ത് രാജാവായിരുന്നു. ചക്രവർത്തിയായ നൈറസിനെ പ്രീതിപ്പെടുത്താനായി അബ്രഹത്ത് രാജാവ് യമനിൽ ഒരു ദേവാലയം പണിതു. അക്കാലത്തെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായി മക്കയിലെ കഅബയ്ക്ക് സമമായി ഇതിനെ ഉയർത്തണമെന്ന് അബ്രഹത്ത് രാജാവ് നിർദ്ദേശിച്ചു. പക്ഷേ അദ്ദേഹം നിരാശനായി. അങ്ങനെ അബ്രഹത്ത് രാജാവ് കഅബ തകർക്കാൻ സൈനിക നീക്കം നടത്തി. 60,000 പടയാളികളുണ്ടായിരുന്നു. അങ്ങനെ അറബികൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ആനകളെ സൈന്യത്തിന്റെ മുന്നിൽ നിർത്തി. സൈന്യം മക്കയുടെ അടുത്തെത്തി. അബ്രഹത്ത് രാജാവ് തങ്ങളുടെ ഉദ്ദേശം ഖുറൈശി അബ്ദുൽ മുത്തലിബിനെ അറിയിച്ചു. ആനസൈന്യത്തെ പ്രതിരോധിക്കാൻ അവർക്കാകുമായിരുന്നില്ല. അറബികൾ ജീവനും കൊണ്ട് ആവേശമൊത്ത അബ്രഹത്ത് രാജാവ് കഅബ തകർക്കാൻ സൈന്യത്തിന് കൽപ്പന നൽകി. വിശുദ്ധ മന്ദിരത്തിന്റെ നേരെ തിരുനാളുകൾ മുട്ടുകുത്താൻ തുടങ്ങി. അവയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടും അവയെ എഴുന്നിട്ടില്ല. ഇതിനും പിന്നാലെ സൈന്യത്തിന്റെ തലക്ക് മുകളിലൂടെ അബാബിൽ പക്ഷികൾ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. അവയുടെ ചുണ്ടിലും കാലുകളിലും ഒളിപ്പിച്ചിരുന്ന ചൂടുകല്ലുകൾ സൈന്യത്തിന്റെ മുകളിലിരുന്നു. ഈ ചൂടുകല്ലുകൾ സൈന്യത്തിന്റെ മാംസത്തെ പോലും പറിച്ചെടുത്തു. സൈനികർ 4 വടം ആനകൾ ചിന്നിച്ചിതറി. നിമിഷം നേരം കൊണ്ട് ആന പടച്ചവച്ചേർക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയായി. അബ്രഹത്തിനോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞിരുന്നു കഅബയെ അല്ലാഹു തആല സംരക്ഷിക്കുമെന്ന്. അപ്പോൾ ഖുറൈശിക്കാരെ അബ്രഹത്ത് രാജാവ് പുച്ഛിക്കുകയാണുണ്ടായിരുന്നത്. ഈ ചരിത്ര സംഭവം സൂറത്തുൽ ഫീൽ വിവരിക്കുമ്പോൾ ഈ സംഭവം നേരിൽ കണ്ട 100 കണക്കിന് ആളുകൾ മക്കയിൽ ജീവിച്ചിരുന്നു. ആനപ്പടയെ നശിപ്പിച്ചത് അല്ലാഹു തന്നെയാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. സത്യനിഷേധികളുടെ തന്ത്രം ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് ഈ സൂറത്തിലൂടെ അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇത്രയും പേരിന് എന്റെ കൊച്ചു കഥ